കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. നിങ്ങളിതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊരു സംഭവം സൂപ്പർ സാധനമാണ്, അതായത് ഒരു ചമ്മന്തിയാണ്. കൂട്ടുകാരെ, നമ്മളിന്നൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇൻട്രോ പറയാണ്ട് ഒരു രക്ഷയില്ല, കാരണം സംഭവം സൂപ്പറാണ്. നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി. എനിക്ക് പറയാൻ വയ്യ, അത്രയും ടേസ്റ്റാണ്. അതുപോലെയാണ് ഇതൊരു വെറൈറ്റി ചമ്മന്തി തന്നെ കേട്ടോ. നിങ്ങൾ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. നമുക്ക് വീഡിയോ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം വീട്ടിലുള്ള ചെറിയ ചെറിയ ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോറിന് കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ കഴിക്കാൻ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് ചമ്മന്തി ഉണ്ടാക്കാൻ ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ള സംഭവമാണ് കൊണ്ടാട്ട മുളക്. അപ്പം നമ്മൾ കൊണ്ടാട്ട മുളക് വെച്ചിട്ടാണ് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ തന്നെ തൈരിലൊക്കെ ഉണക്കി വെച്ചിട്ടുള്ള മുളകാണ് കേട്ടോ. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. കൊണ്ടാട്ട മുളക് നമുക്ക് പെട്ടെന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കഷ്ണമൊക്കെ മേടിക്കുമ്പോൾ 4 മുളകൊക്കെ കിട്ടുമ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ചൂടത്ത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ തൈരിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മുളക് കേട്ടോ. അപ്പോൾ അതിലൊരു 5-6 എണ്ണം മാത്രമാണ് ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ മുളക് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ. ഞാൻ തൈരിലിട്ട മുളകാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അടിപൊളി മുളകാണ് കേട്ടോ. ഇതിൽ ഉപ്പൊക്കെ നമ്മൾ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചമ്മന്തിയിൽ നമ്മൾ കുറച്ച് നോക്കി ഇട്ടാൽ മതി കേട്ടോ. ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കളർ മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൊണ്ടാട്ട മുളക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതാ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതാ നമ്മുടെ നാളികേരം ഞാനൊരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മളൊരു പുളിക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 5-6 മുളക് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള നാളികേരും പുളിയും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്, ചുവന്നുള്ളി. അപ്പോൾ നിങ്ങൾ എത്രയാണ് മുളക് എടുക്കണതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള കൂടുതലുള്ള സാധനങ്ങൾ എടുത്തോളട്ടെ. ഇതിനൊരു പ്രത്യേകിച്ചൊരു അളവൊന്നും എനിക്ക് പറയാനില്ല. മുളക് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ നാളികേരത്തിൻ്റെ ഒക്കെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കണില്ല കേട്ടോ. ഒന്ന് അരഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ്, ഒരു പുളിക്കും വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇടത്തരം പുളിയുള്ള തൈര് ചേർക്കണത് കേട്ടോ. പിന്നെ വെള്ളം നനവായിരുന്നെങ്കിൽ പെട്ടെന്ന് ഈ ചമ്മന്തി കേടാവും. വെള്ളം അപ്പോൾ ഒട്ടും വേണ്ട, 2-3 ദിവസം കേടുകൂടാതിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി അരച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ. വേറെ കറികളൊന്നും വേണ്ട, ഈ സാധനം മാത്രം മതി കേട്ടോ. ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചമ്മന്തി മാത്രം മതി. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. ഇനി നമുക്ക് ഇത്തിരി ചോറ് എടുത്തിട്ട് ഇത് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോറിലേക്ക് നമുക്കിതാ നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ, വേറെ കറികളൊന്നും വേണ്ട. ചമ്മന്തി എടുക്കുക. കൊണ്ടാട്ടമുളകിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അതും ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരു വെറൈറ്റി തന്നെയാണ്. എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. സൂപ്പറാണ് കേട്ടോ. ചമ്മന്തി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും വായിൽ വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വേഗം തന്നെ കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം ചമ്മന്തി ഉണ്ടാക്കിക്കോളോ. അടിപൊളിയാണ്, വേറെ കറികളൊന്നും വേണ്ട. ഇത് മാത്രം മതി ചോറിന് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.